ഞാൻ കൌൺസിലുള്ള എല്ലാ കൌൺസിലേഴ്സിനും വേണ്ടി പറയുന്നൊരു കാര്യം, കൌൺസിലേഴ്സിന് പരിമിതമായിട്ടുള്ള ഓഫീസ് സാഹചര്യമാണ് നഗരത്തിലുള്ളത്. അവിടെ വാടകയ്ക്കൊക്കെ എടുക്കാനുള്ള വലിയ ബുദ്ധിമുട്ട്, എല്ലാവരും മിനിമം 15,000 രൂപയിൽ കൊടുക്കണം. അതുകൊണ്ട് എവിടെയൊക്കെ കൌൺസിലേഴ്സിന് ഓഫീസ് സംവിധാനമുണ്ടോ അത് കൌൺസിലേഴ്സിന് തന്നെ വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു വിഷയാധിഷ്ഠിതമായിട്ട് നിലപാടാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ വി കെ പ്രശാന്തിന്റെ നമ്മുടെ ശാസ്താംകോട്ടത്തെ സോണൽ ഓഫീസിന്റെ വിഷയത്തിൽ അത് കോർപ്പറേഷനാണ് കരാർ കൊടുത്തത്. ഇനി കോർപ്പറേഷൻ തീരുമാനിച്ച് ആ കരാർ തുക കൂട്ടണമെങ്കിൽ കൂട്ടട്ടെ, അല്ലെങ്കിൽ മാറാൻ പറയണമെങ്കിൽ മാറട്ടെ എന്നുള്ള വിഷയം ഇനി നഗരസഭയും പ്രശാന്തും തമ്മിലുള്ളതാണ്. പക്ഷെ എനിക്ക് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ 31, 32 എന്നുള്ള 2 മുറികൾ ശ്രീ വി കെ പ്രശാന്ത് MLAക്കുണ്ട്. ഇപ്പോൾ MLAമാർക്കെല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് MLA ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു. പക്ഷെ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ്. ആ MLA ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട്, പ്രിന്ററുണ്ട്, വാഹന സൗകര്യമുണ്ട്. 2 മുറിയാണുള്ളത്. അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൂടാന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് ചോദിച്ചപ്പം ഉടനെ സംഘിപ്പട്ടം ചാർത്താനും BJP സഹായിക്കാന്ന് പറയുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല, വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ്. എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം കൂടെ. ഈ 31, 32 നമ്പർ നിളയിലെ മുറികളിൽ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? MLA അങ്ങോട്ട് പോകാറുണ്ടോ? അത് വേറെ ഏതെങ്കിലും സ്റ്റാഫോ ആൾക്കാരൊക്കെയാണോ താമസിക്കുന്നത്? അത് നികുതി പണമല്ലേ? ഞാൻ പറയുന്നത് എല്ലാ കൌൺസിലേഴ്സ്, അത് കോൺഗ്രസ് ആകട്ടെ, CPM ആവട്ടെ, BJP ആവട്ടെ, പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലുള്ള കൌൺസിൽ ഓഫീസിൽ ഉള്ള സംവിധാനം അവരുടെ തന്നെ LDF കൌൺസിലുള്ള സമയത്ത് ഉണ്ടാക്കിയത് കൌൺസിലേഴ്സിന് വിട്ടുകൊടുക്കണം. ഈ വിഷയത്തിലൊരു കോൺട്രാക്ട് എന്തായാലും നഗരസഭയായിട്ടുണ്ടോ, നഗരസഭ തീരുമാനമെടുക്കട്ടെ. പക്ഷെ വിഷയാധിഷ്ഠിത നിലപാടെടുക്കുമ്പോഴത്തേക്കും ഉടനെ സംഘിപ്പട്ടം ചാർത്താലും അത് കേട്ട് മാറ്റേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ക്ലിയർ ആണ് ഈ നിലപാട്. 31, 32 നിള ബ്ലോക്കിലെ ആ 2 മുറികളിൽ എന്തുകൊണ്ട് ശ്രീ വി കെ പ്രശാന്ത് പോകുന്നില്ല? അവിടെ വേറെ ആരെങ്കിലും താമസമുണ്ടോ, വേറെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? അതേ മറുപടി പറയട്ടെ. പക്ഷെ അതിൽ ഒരു പ്രായോഗിക പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് ശബരി, ഈ MLA ഫ്ളാറ്റ് ആരും സാധാരണ ഓഫീസായിട്ട് ഉപയോഗിക്കാറില്ല. കാരണം ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഇഷ്യൂസ് അങ്ങനെയുള്ള പല പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. പലരും ഓഫീസ് ഉപയോഗിച്ച് കാണുന്നില്ല. അല്ല, അത് തെറ്റിദ്ധാരണയാണ്. എന്തായാലും ശ്രീ ആന്റണി രാജു, പഴയ മന്ത്രി, തിരുവനന്തപുരം സെൻട്രലിലെ MLA ആണ്. അദ്ദേഹം MLA ഹോസ്റ്റലിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അവിടെ വരെ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് ആളുകളെ പറ്റിക്കുകയാണ്. MLA ഹോസ്റ്റലും നിയമസഭയും ഒരേ ഏരിയയിലുള്ള 2 ബിൽഡിങ്ങുകളാണ്. MLA ഹോസ്റ്റലിൽ പോയി നിങ്ങൾ പോയി MLA കാണണമെന്ന് പറഞ്ഞാൽ ഒരു പോലീസ് നിങ്ങളെ തടയാൻ പോകുന്നില്ല. പക്ഷെ നിയമസഭയ്ക്കകത്ത് കയറുകയാണെങ്കിൽ പാസ്ബുക്ക് ഒക്കെ വേണം. MLA ഹോസ്റ്റൽ, ഞാൻ അവിടെ MLA ഹോസ്റ്റലിൽ, ഞാൻ അരുവിക്കൽ MLA ആയിരുന്നപ്പോൾ MLA ഹോസ്റ്റലിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആര്യനാടുള്ള ഒരു ഓഫീസിൽ ഞാൻ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. MLA ഹോസ്റ്റൽ ശ്രീ ആന്റണി രാജു പ്രവർത്തിച്ചു. ശ്രീ K മുരളീധരൻ MLA ആയിരുന്നപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ MLA ഹോസ്റ്റലിൽ നേരത്തെ ഒരു ചാനലിൽ അദ്ദേഹം പറഞ്ഞു MLA ഹോസ്റ്റലിൽ ഇങ്ങനെ ജനകീയമല്ലാത്ത ആൾക്കാരെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ശ്രീ ആന്റണി രാജു ജനകീയമല്ലാത്ത MLA ആണോ? നിങ്ങളുടെ തന്നെ MLA ആന്റണി രാജു ഇരിക്കും. ഇപ്പോൾ രാവിലെ അദ്ദേഹം MLA ഹോസ്റ്റലിൽ കാണും. MLA ഹോസ്റ്റലാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. എവിടെ MLA ഹോസ്റ്റലിൽ എവിടെ ഓഫീസ് വെക്കണം എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനം. പക്ഷേ MLA ഹോസ്റ്റൽ അങ്ങ് ദൂരെയാണെന്ന് പറയുന്നത് ശരിയല്ല. ഈ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇപ്പൊ കുന്നുകുഴി വാർഡിലാണ് MLA ഹോസ്റ്റൽ, തൊട്ടപ്പുറത്ത് ഗൗരീശോട്ടം വാർഡ്, നാലാഞ്ചിറ വാർഡ്, നന്തങ്കോട് വാർഡ്, ഈ പട്ടം വാർഡ്, ഇതെല്ലാം ഈ MLA ഹോസ്റ്റലിൽ വരുന്നതാണ് എളുപ്പം. പട്ടത്തുള്ള ഒരാൾക്ക് ബസ് പിടിച്ച് MLA ഹോസ്റ്റൽ വരുന്നതാണ് ഈ ശാസ്ത്രത്തിൽ വരുന്നതിനേക്കാൾ എളുപ്പം. അപ്പൊ അല്ലാതെ ആളുകൾക്കുള്ള ന്യായം അദ്ദേഹം പറയില്ല. ഞാൻ പറയുന്നത് അദ്ദേഹം നഗരസഭയിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ വാടക ഓക്കെ ആണെന്ന് കോർപ്പറേഷൻ പറയുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷെ MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിലെ എന്റെ കീ ചോദ്യം 31, 32 എന്ന് പറഞ്ഞ റൂമിൽ എന്തുകൊണ്ട് അദ്ദേഹം പോകുന്നില്ല? അവിടെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറെ ആരെങ്കിലും താമസിക്കുകയാണോ? നിങ്ങൾ കണ്ടുപിടിക്കും. മാത്രമല്ല, മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം 823 രൂപയുടെ സൗജന്യ നിരക്കാണ് വാങ്ങുന്നത്. ഈ ശാസ്ത്രമംഗലത്ത് നമുക്കറിയാം കൊമേഴ്ഷ്യൽ സ്പേസ് 20,000 രൂപയെങ്കിലും കുറച്ച് ഈടാക്കാൻ പറ്റും. അവിടെയാണ് ഇവിടെ 820 രൂപയ്ക്ക്. കോർപ്പറേഷൻ സംബന്ധിച്ചുള്ള വി കെ പ്രശാന്ത് സ്വകാര്യ വ്യക്തി മാത്രമാണ്, കൌൺസിലല്ല അദ്ദേഹം, വാർഡ് കൌൺസിലല്ല. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ഇപ്പോൾ BJP ഭരണ നേതൃത്വം പറയുന്നത് 250 രൂപയ്ക്ക് വരെ വാടക കൊടുക്കുന്ന ബിൽഡിങ്ങുകളുണ്ട്. അത് പലരും 1, 2, 3 ആൾ കൈമാറി പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. ഇതെല്ലാം പറ്റി അന്വേഷിക്കാൻ തീരുമാനം എന്താണ് അതിനെപ്പറ്റി? അല്ല, അത് ഇന്നലെ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞല്ലോ അത് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് അപാകതയിൽ സ്വകാര്യ വ്യക്തികൾക്ക് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇപ്പൊ ചെറിയ വാടക കൊടുക്കുകയാണെങ്കിൽ തെറ്റില്ല. ഇപ്പോൾ ഒരു കമേഴ്ഷ്യൽ സ്പേസിന് ഇവിടെ വാങ്ങിക്കുന്ന 15,000 രൂപ വാടക ഒരു MLA നിന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് 800 രൂപ അല്പം കുറവാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. 15,000 രൂപ നിങ്ങൾ വാങ്ങിക്കണ്ട. പക്ഷേ മാസം 800 രൂപ വാങ്ങിക്കുന്നത് ഇവിടെ ഒരു ചായക്കട ഇരുന്ന ആൾക്ക് എത്ര വാടക കൊടുക്കുന്നത് എനിക്കറിയാം. ഞാൻ ഈ ജവഹർനഗറിലെ ഹൌസിംഗ് ബോർഡിന്റെ ഒരു പൊളിക്കാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് ജവഹർനഗർ ജംഗ്ഷനിൽ. അപ്പൊ ഞാനൊരു ഓഫീസ് എടുക്കാൻ പറ്റുമെന്ന് അവിടെ പോയി നോക്കിയപ്പോൾ ആ പൊളിഞ്ഞു കിടക്കുന്ന കണ്ടം ചെയ്ത് തകർക്കാൻ പോകുന്ന ബിൽഡിംഗിൽ ഒരു ബാർബർ ഷോപ്പ് ഇട്ടേക്കുന്ന അവിടെ ചോദിച്ചാൽ എത്ര വാടകയെന്ന്. സാറേ 15,000 രൂപ വാടക എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ കണ്ടം ചെയ്ത് പൊളിക്കാൻ പോകുന്ന ബിൽഡിംഗാണ്. ആ 15,000 രൂപ MLA ഓഫീസിന് വാങ്ങിക്കണമെന്ന് പറയത്തില്ല. പക്ഷെ 800 രൂപ വാങ്ങിക്കാൻ പാടില്ല.
ഇതൊക്കെ പറയുമ്പം ഈ കാവിപ്പട്ടം സംഘിപ്പട്ടം ചാർത്തുന്നത് കൊണ്ടൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിലപാട് വിശദാംശത്തോടെ പറയാൻ തന്നെയാണ് കോൺഗ്രസ് യു ഡി എഫിന് വിജയിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് പ്രശാന്തിന്റെ 31-32 റൂമിലേക്ക് അദ്ദേഹം എന്തുകൊണ്ട് പോകുന്നില്ല? നിങ്ങൾ അന്വേഷിച്ചു നോക്കും വേറെ ആരെങ്കിലും അവിടെ താമസം. അല്ല ഞാൻ ആർ ശ്രീലേഖ പറഞ്ഞൊന്നും വിഷയമല്ല. ഇപ്പോൾ ഒരു വിഷയം ഇങ്ങനെ വരുമ്പോൾ ഇനി കോർപ്പറേഷൻ നഗരസഭ കണ്ടിന്യൂ ചെയ്യട്ടെ. പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത്രയും നല്ല ഓഫീസ് മുറി അവിടെ ഉള്ളപ്പോൾ ആക്സസബിൾ ആയിട്ട് ഓഫീസിൽ അദ്ദേഹം അങ്ങോട്ട് മാറി വിഷയം അങ്ങ് തീർക്കട്ടെ. ഈ 31-32 മാറാമല്ലോ ഭയം അദ്ദേഹത്തിനുണ്ടോ? നിങ്ങൾ കൌൺസിലർമാർക്ക് പ്രവർത്താനുള്ള സൗകര്യം അതിപ്പോ ശാസ്താംകോട്ട കൌൺസിലർ BJP ആണെങ്കിലും LDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ 101 കൌൺസിലേഴ്സിനും പ്രവർത്തിക്കാനുള്ള സ്പേസ് കോർപ്പറേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കൌൺസിലേഴ്സിന് കൊടുക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നിലപാടാണ്. ഇത് BJPയോ CPM ഒന്നും അല്ല. അത് സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ പറയുന്നതിന്റെ വേറെ അസുഖമാണ്. അങ്ങനെ അസുഖം കാണിച്ച് തന്നെയാണ് ഇവിടെ ഈ ഭരണം BJPക്ക് CPM കൊടുത്തത്. അപ്പൊ നിലപാട് കറക്റ്റാണ്. ഈ വിഷയത്തിൽ കൌൺസിലേഴ്സിനുള്ള സ്പേസ് കൌൺസിലേഴ്സിന് കൊടുക്കുക. MLA എന്തുകൊണ്ട് 31-32 നിള നമ്പർ റൂം ഉപയോഗിക്കുന്നില്ല? മറുപടി പറയട്ടെ.